വളരെ സന്തോഷം തോന്നുന്നു. അപ്പോ ഇതിന്റെ പ്രധാന കാരണം ഈ വിദ്യാലയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ PTA അംഗങ്ങളുണ്ട്. ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന PTA അംഗങ്ങളുണ്ട്, നമ്മുടെ രക്ഷിതാക്കളുണ്ട്, മറ്റ് രക്ഷിതാക്കൾ എല്ലാവരും ഉണ്ട്. ഇതിന്റെ അഭ്യുദയകാംക്ഷികളായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പറ്റം ക്ലബുകളുണ്ട്. ഇവർ കൂടുന്തോറും ഈ സ്കൂള് കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നേറി തകതിനുന്തകത്തെയ്താരോ തകതിനുന്തകത്തെയ്താരോ താരകപ്പെണ്ണാളെ കതിരാടും വിഴിയാളെ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാൽ ഓര പരിച്ചാട്ടേ. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ ഇന്ന് സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും PTA-യുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടു കൂടി അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്ന് കരകയറിയെന്ന് മാത്രമല്ല, 100 വർഷം പിന്നിടുമ്പോൾ നേരത്തെ TC സൂചിപ്പിച്ചതുപോലെ 103 വിദ്യാർത്ഥികളായി മുന്നോട്ട് പോകുന്ന ഒരു അഭിനന്ദിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണെന്ന് കാണുന്നു. കയ്യടിക്ക് മിന്നാന്ന് ചെയ്തപ്പോ മിന്നാന്ന് മഴ പെയ്തില്ലേ കൃത്യമായിട്ട് ആ മഴയുടെ പോലെ നിങ്ങളൊന്ന് കയ്യടിക്കും. മഴ വരുമ്പോ 26-27 കുട്ടികളൊക്കെയാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ 100 കുട്ടികള് ആയെന്ന് പറയുമ്പോ വലിയൊരു സന്തോഷമാണ്. ഇനി പങ്കുവയ്ക്കാണ്. 100 കുട്ടികള് തികഞ്ഞു. 100-ാം വർഷം കഴിഞ്ഞു. അത് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവിടെ 100 തികയാൻ. അപ്പൊ ആ സന്തോഷത്തില് ടീച്ചറും കൂടി പങ്കുചേരുകയാണ്. കുട്ടികള് വേദി നിറയെ രക്ഷിതാക്കളും കുട്ടികളും 103-ാമത്തെ വർഷത്തിൽ 103 കുട്ടികളുമായി നമ്മൾ സന്തോഷം പങ്കിടുന്നു. ഈ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂളിൽ വന്നപ്പോൾ സ്കൂളിൽ ഈ വർഷം 100-ലധികം കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അത് അധ്യാപകരുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ്. ൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇദ്ദേഹത്തിലുള്ള റിപ്പോർട്ടിലൂടെ മൊബൈൽ ഫോണിലാവും. നമ്മളിപ്പോ ആ ഒരു അവസരം കുട്ടികളും അധ്യാപകരും മാത്രമാണ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അധ്യാപകരും കുട്ടികളും രക്ഷാകർത്താക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ കുട്ടിക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് രക്ഷാകർത്താക്കൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഒരു കൈപ്പുസ്തകം രക്ഷാകർത്താക്കൾക്ക് ഒരു കൈപ്പുസ്തകം എന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. As we look ahead to the new academic year, we are planning to do a follow-up for these English orientation activities. So, we are introducing this year a new English orientation package, that is Daily English. We will be conducting communicative English classes for our children on every alternative days throughout the year. We will also implement a new strategy to enhance our English learning experience. ശാസ്ത്രബോധമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിന്റെ ആവശ്യകതയും പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷത്തെ തനത് പ്രവർത്തനമായി ദ ലിറ്റിൽ ജീനിയസ്, അതാണ് നമ്മുടെ പുതിയ തനത് പ്രവർത്തനത്തിന്റെ പേര്, ദ ലിറ്റിൽ ജീനിയസ് എന്ന പ്രോഗ്രാം തെരഞ്ഞെടുത്തിരിക്കുന്നു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക വഴി പരിസ്ഥിതിയെ കൂടുതൽ അറിയാനും
വിശകലനം ചെയ്ത് സത്യങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവ് വർദ്ധിക്കുന്നു. കൂടാതെ ശാസ്ത്രബോധത്തിന് പ്രാധാന്യം പലതാണ്. അതുവഴി കുട്ടികളിൽ ചിന്താശേഷി വർദ്ധിക്കുന്നു, പരിസ്ഥിതി ബോധം വർദ്ധിക്കുന്നു, ഒപ്പം തന്നെ നൂതന വിദ്യയിലുള്ള അവബോധവും വർദ്ധിക്കുന്നു.